ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പക്ഷേ ക്ലാരിറ്റി കാണുകയില്ല, ക്യാമറ സ്റ്റഡി ആയിരിക്കില്ല, നല്ല സ്പീഡായിരിക്കും, ക്യാമറ ഒട്ട് ഫോക്കസും ആയിരിക്കില്ല. കാരണം എന്നാന്നല്ലേ, എനിക്ക് തീരെ സമയമില്ല, നല്ല ധൃതിയുണ്ട്, പള്ളി പോകാനായിട്ട്. അതല്ലേ ഇങ്ങനെ ഒരു പള്ളി പോകാനായിട്ട് എന്തിനാ പബ്ലിക് ട്രാൻസ്പോർട്ട് വെയിറ്റ് ചെയ്യുന്നത്? ജസ്റ്റിനും കൊച്ചും ഒക്കെ എന്തിയെ, വണ്ടി എന്തിയെ എന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതൊരു കഥയാണ് സുഹൃത്തുക്കളെ, കഥയാണ്. ഞാൻ വണ്ടിയെ കയറിയിട്ട് പറയാം. ആദ്യമേ വണ്ടി കിട്ടുമെന്ന്. നമ്മുടെ കുതിരവട്ടം പാപ്പ് പറഞ്ഞാലേ വിളിക്കടാ ടാസ്കി എന്ന് പറയുന്ന പോലെ വിളിക്കാൻ നിൽക്കുന്നിടത്ത് ടാസ്കി വേണ്ടേ? എന്നാണല്ലോ ഫൈനലി ഒരു ടാക്സി വന്നു. അപ്പോൾ ഇനി യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ട് ഞാൻ പള്ളി ടാക്സി പിടിച്ചു പോകുന്നെന്ന്. അത് ടാക്സിയെ കയറാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല കേട്ടോ, എൻ്റെ കയ്യിലിരിപ്പ് കാരണമാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. സെയിന്റ് ജോസഫ് ചർച്ച്. ഇന്ന് ഞാനും ജേഡും ജസ്റ്റിയും കൂടെ മുട്ടക്കാട്ടൻ അടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിലും ഇല്ല, ഒരു പള്ളിമേടയിലും ഇല്ലെന്ന് പറഞ്ഞ് വഴക്കും പിടിച്ച് വീട്ടിൽ. അതുകൊണ്ട് എന്ത് പറ്റി, ജസ്റ്റിയും ജേഡും പള്ളിയിൽ പോയി, ഞാൻ വീട്ടിൽ ഇരുന്നു. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ആ ടാക്സി ഡ്രൈവറിനോട് പറഞ്ഞു, ഭയ്യ ഞാൻ ഇച്ചിരി വണ്ടി ഇരുന്ന് ഒരുങ്ങുന്നുണ്ട്, നീ ഒന്നും തെറ്റിദ്ധരിക്കരുതെന്ന്. അല്ലെ വണ്ടി ഇരുന്ന് ഒരുങ്ങുന്ന കണ്ടിട്ട് നീ അയാൾക്ക് വല്ലതും തോന്നിയാലോ, എന്നെ ഇനി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താലോ. പുള്ളി പറഞ്ഞു നോ പ്രോബ്ലം ബഹൻ, നീ ഒരുങ്ങിക്കോളാൻ. അങ്ങനെ പള്ളിയിൽ പോകുന്ന വഴിക്ക് ഒരുങ്ങിയതാ കേട്ടോ. അതല്ല ഒരുങ്ങാതെ പോയ ഒരു മെനയില്ലെന്നേ. പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കും പോകണ്ടേ. ഇപ്പം എങ്ങനെയുണ്ട്, സെറ്റ്? അങ്ങനെ 4:30 കുർബാനയ്ക്ക് കറക്റ്റ് 4:20 ഞാൻ പള്ളിയിൽ പ്രസന്റ്. പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേനും സീറ്റൊക്കെ ഫുള്ളി ബുക്ക്ഡായി. പിന്നെ ജസ്റ്റിൻ ജേഡും സീറ്റ് പിടിച്ചോണ്ട് എനിക്ക് കിട്ടി കേട്ടോ. പക്ഷേ ജസ്റ്റ് നേരത്തെ ഇന്ന് സീറ്റ് പിടിച്ചോണ്ടാണ് പള്ളിയുടെ ഏതോ ഒരു മൂലയ്ക്കാണ് ജസ്റ്റ് ഇരുന്നത്. അതല്ലേലും അങ്ങനെയാന്നേ, ജസ്റ്റിക്ക് ഈ മൂലയിലും പുറകിലും ഒക്കെ ഇരിക്കുന്നത് താല്പര്യം. അതൊക്കെ പോട്ടെ, ഞാൻ എങ്ങനെ ഈ ടാക്സിക്ക് പോയെന്നല്ലേ ആ കഥ മുഴുവൻ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ. അങ്ങനെ അവരോട് വഴക്കുണ്ടാക്കി അവർ പള്ളിയിൽ പോയി. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പിണങ്ങിയിരുന്നു. പിന്നെ എനിക്കങ്ങ് വല്ലാത്ത കുറ്റബോധമായെന്നേ. ഈ ഞായറാഴ്ചയൊക്കെ ആയിട്ട് പള്ളിയിൽ പോയില്ലെങ്കിൽ എന്തൊരു ഏനക്കേടന്നെ മാത്രം. ഞായറാഴ്ച ആയിക്കൊണ്ട് പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ലേ? അത് തന്നെയല്ല, നമുക്കിവിടെ ഇത്രയും സൗകര്യവും സംഭവമൊക്കെ ഉള്ളപ്പോൾ പള്ളിയിൽ പോകാൻ മടിയും പിടിച്ചിരുന്ന അത് മോശപ്പെട്ട കാര്യമല്ലേ? എന്നാൽ പിന്നെ ടാക്സി പിടിച്ച് പോയാലോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ജസ്റ്റിയുടെ ഒരു ഫോൺ വിളി. ലിറ്റി നീ വരുന്നുണ്ടേവാ, ഞങ്ങളിവിടെ സീറ്റും പിടിച്ചിട്ടേക്കാന്ന്. അതും കൂടെ ആയപ്പോൾ കംപ്ലീറ്റ് ശുഭം. കൈ കിട്ടിയ ഡ്രസ്സും വലിച്ചു വാരി എടുത്തു, ബാക്കി കൈ കിട്ടിയ കിടുതാപ്പൊക്കെ വലിച്ചു വാരി കയ്യിലും പിടിച്ച് വണ്ടിയിലിരുന്ന് ഇട്ടേക്കാന്ന്. അതല്ലേ പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, ഒരാഴ്ച മൊത്തം അങ്ങ് സങ്കടവും വിഷമാന്ന്. ഒരു അവസരം ഉണ്ടായിട്ടും പള്ളിയിൽ പോയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം. അത് മാത്രമൊന്നുമല്ല, പള്ളിയിൽ പോയിട്ടില്ലെന്ന് അറിഞ്ഞാൽ പിന്നെ മമ്മിയുടെ ഫോൺ കോളായി കുടുംബത്തിൽ നിന്ന് അച്ഛന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും സഹിതം സകലമാന മനുഷ്യരുടെയും ചീത്തവിളി മൊത്തത്തോടെ ഞാൻ കേൾക്കേണ്ടി വരും. എന്തിനാണ് ആവശ്യമില്ലാത്ത പുക്കാർ നമ്മളായിട്ട് ഒപ്പിച്ചു വെക്കുന്നത്? ബൈ ദ ബൈ, ഇത്രയെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ എന്തിനാ അടിവെച്ചതെന്ന് മാത്രം പറഞ്ഞില്ല അല്ലേ? വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലെന്നേ. എല്ലാ വീട്ടിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അതിപ്പോൾ പറയാനായിട്ടേ ഈ വീഡിയോയ്ക്ക് അതിന് മാത്രം ലെന്ത് ഇല്ലെന്നേ. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഞാനും ജസ്റ്റിൻ തമ്മിൽ എന്തിന് അടിവെച്ചു എന്നുള്ള മുട്ടൻ സസ്പെൻസ് കേൾക്കാൻ വേണ്ടി എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ. അപ്പൊ ശരി, എന്നാ പോയേച്ചും വരാം.